എല്ലാവർക്കും നമസ്തേ. RSSൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി 2 ദിവസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്ത് വെച്ച് RSSൻ്റെ തലവൻ, അതായത് നമ്മൾ പൊതുവെ RSS സർസംഘചാലക് എന്ന് പറയും, സർസംഘചാലകായ മോഹൻജി ഭാഗവത് ഒരു സെമിനാർ യോഗം നടത്തിയിരുന്നു. സമൂഹത്തിലെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരെ അവർക്ക് സംഘം എന്താണ്, RSS എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന, മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം നടത്തിയത്. ഇതിൻ്റെ ഭാഗമായി കേരളത്തിലെ 3 സർവകലാശാലകളുടെ വൈസ് ചാൻസലർമാരായ ഡോക്ടർ D. മാവൂദ്, ഡോക്ടർ മോഹൻ കുന്നുമ്മേൽ, ഡോക്ടർ CR പ്രസാദ് എന്നിവർ അതിനകത്തിൽ പങ്കെടുത്തു. അവരെ ക്ഷണിച്ചിട്ടാണ് അവരവിടെ ചെന്നത്. പ്രത്യേക തിരഞ്ഞെടുക്കപ്പെട്ട കുറേ പേരെ ക്ഷണിച്ച് അവരുടെ മുന്നിലായിരുന്നു ഈ പരിപാടി നടത്തിയിരുന്നത്. ഇതിലിവർ പങ്കെടുത്തത് വളരെ വിവാദം ആക്കിക്കൊണ്ട് വരികയാണ് കേരളത്തിലെ ഒരു വിഭാഗം. അതായത് ഈ ദേശീയതയെയും ദേശീയ പ്രസ്ഥാനങ്ങളെയും എതിർക്കുന്ന ആ ഒരു വിഭാഗം നമ്മുടെ ഇന്ത്യയിലെ ഇന്ത്യ സഖ്യം എന്ന് പറയുന്ന ആ ഒരു ഇടത് വലത് പ്രസ്ഥാനങ്ങൾ വളരെ വിവാദമാക്കിക്കൊണ്ട് വരികയാണ്. അതിൽ നമ്മുടെ മുഖ്യമന്ത്രി VD സതീശനുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഇവർ വൈസ് ചാൻസലർമാർ അതിൽ പങ്കെടുത്തത് ഗുരുതരമായ പ്രശ്നമാണെന്നും, പിന്നെ വേറൊരു വിദ്വാനുണ്ട്, ഇതുവരെ നമ്മുടെ കേരളത്തിനെ ഭരിച്ചു മുടിച്ച ഒരു കള്ളൻ, മോളെ മറയാക്കി വെച്ച് നമ്മുടെ നാട്ടിൽ അഴിമതി നടത്തിയ ഒരു അഴിമതി വീരൻ പിണറായി വിജയൻ, ഇപ്പോൾ പ്രതിപക്ഷ നേതാവാണ്, CPM നേതാവാണ്. അദ്ദേഹവും എതിരെ രൂക്ഷമായി വിമർശിച്ചിരിക്കുന്നു. ഈ 2 കക്ഷികളെക്കുറിച്ച് നമ്മൾ ആലോചിക്കുക. ഈ രണ്ടും നമ്മുടെ രാജ്യവിരുദ്ധന്മാർ. അവർക്ക് ഈ പിണറായി എന്ന് പറയുന്ന അദ്ദേഹം എന്താണ് ചെയ്തുകൊണ്ടിരുന്നത്? അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ ഗുണ്ടകളെ, SFIയുടെയും DYFIയുടെയും പേരിൽ ഗുണ്ടകളെ സർവകലാശാല ഗുണ്ടായിസം വളർത്തിക്കൊണ്ട് വരികയായിരുന്നു. SFIക്കാരെ ഗുണ്ടകളാക്കിക്കൊണ്ട്, DYFIക്കാരെയും ഗുണ്ടകളാക്കിക്കൊണ്ട് നാടിനെ കുട്ടിച്ചോറാക്കിക്കൊണ്ടിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ സർവകലാശാലകളെയും കോളേജുകളെയും കലാപ കേന്ദ്രങ്ങളാക്കി മാറ്റുകയായിരുന്നു പിണറായി വിജയൻ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. SFIയിൽ കൂടി കോളേജുകളെയും സർവകലാശാലകളെയും കലാപ ഭൂമിയാക്കി മാറ്റി. അദ്ദേഹം ഗുണ്ടകളെ വളർത്തുകയായിരുന്നു. കോളേജുകളിലും സർവകലാശാലകളിലും നമ്മുടെ സംസ്കാരത്തെ നശിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെയും വേറൊരു ലക്ഷ്യം എന്താണ്? നമ്മുടെ ദേശീയത, നമ്മുടെ യുവജനതയുടെ മനസ്സിൽ നിന്ന് ദേശീയത ഇല്ലാതാക്കുക, അത് വിദ്യാഭ്യാസത്തിൽ കൂടി നടത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഈ പക്ക പാർട്ടി ഗുണ്ടകളായിട്ടുള്ളവരെ കോളേജുകൾ, സെനറ്റുകളിലേക്ക് തിരഞ്ഞെടുക്കും, നിയോഗിക്കും. ഈ അവരുടെ താളത്തിനൊത്തുന്ന കുറേ അധ്യാപക വിഭാഗമുണ്ട്. ചരിത്രത്തിനെ വളച്ചൊടിച്ച് ചങ്കാണ് ചൈന എന്ന് പറഞ്ഞ് വിപ്ലവം തോക്കിൻമുനയിലൂടെ കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് ജനാധിപത്യ പ്രക്രിയയിൽ പങ്കെടുത്തിട്ട് വിപ്ലവം കൊണ്ടുവന്ന് വർഗശത്രുക്കളെ ഉന്മൂലനം ചെയ്യണം എന്നുള്ള ചിന്താഗതിയിൽ നടക്കുന്ന കുറേ ഇടതുപക്ഷ അധ്യാപകർ, കമ്മ്യൂണിസ്റ്റുകളായിട്ടുള്ള അധ്യാപകരെ കൊണ്ടുവന്ന് സർവകലാശാലകളിൽ തിരികെ കയറ്റുമായിരുന്നു. അത്തരക്കാരെ വൈസ് ചാൻസലർമാരാക്കുമായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യത്തിൻ്റെ സംസ്കാരത്തിന് വളർന്നു വരുന്ന തലമുറകളിൽ എത്താതിരിക്കുന്നതിന്, അവരിൽ നിന്ന് അകറ്റി നിർത്തുന്നതിനായി അക്ഷീണം പ്രവർത്തിച്ചുകൊണ്ടിരുന്ന പിണറായി വിജയനും അയാളുടെ പാർട്ടിയും അവരുടെ മറ്റ് പോഷക സംഘടനകളും ഇങ്ങനെ കേരളത്തിനെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ്, വിദ്യാഭ്യാസ രംഗത്തെ നശിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ദേശീയതയ്ക്കും രാഷ്ട്രത്തിനും എതിരായിട്ടുള്ള കുറേ എണ്ണത്തിനെ വളർത്തിക്കൊണ്ട് കലാശാലകളിൽ കൂടി വളർത്തിക്കൊണ്ട് വന്നുകൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് അവർക്ക് അധികാരം 10 വർഷത്തിന് ശേഷം അധികാരം നഷ്ടമാകുന്നത്. അതിനു മുമ്പ് തന്നെ അവർ അധികാരത്തിലിരിക്കുമ്പോൾ തന്നെ ഈ ഒരു രംഗത്ത് ദേശീയവാദികളായിട്ടുള്ള ഗവർണർമാരുമായി
സംഘർഷവും തുടങ്ങി വെക്കുകയും ചെയ്തതാണ്. അത് പരമ കാഷ്ടയിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ. അതായത് ആ ചൈനയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ നടന്നിരുന്നവർ, നമ്മുടെ രാജ്യത്തെ ചൈനയുടെ തൊഴുത്തിൽ കൊണ്ട് കെട്ടാൻ ആയിട്ട് തക്കം പാർത്തിരുന്നവർ സംസ്ഥാന ഭരണത്തിൽ നിന്ന് ജനങ്ങൾ പുറംകാലം കൊണ്ട് തൊഴിച്ചെറിഞ്ഞു. വേറൊരു കൂട്ടരെ പിടിച്ചിരുത്തി. ആരാണ്? സതീശനെ പോലുള്ള കക്ഷികൾ. സതീശനെക്കുറിച്ച് നമ്മൾ പലതും കേൾക്കുന്നുണ്ട്. അദ്ദേഹത്തിനെക്കുറിച്ച് ഒരു ചാനലിൽ നിരവധി അദ്ദേഹത്തിൻ്റെ തട്ടിപ്പുകൾ, അദ്ദേഹം വളരെ വലിയ തട്ടിപ്പുകാരനായിരുന്നെന്നും പറഞ്ഞാണ് ഒരു ചാനലിൽ നിരന്തരം പരമ്പര ഇറക്കിയിരുന്നു. അത് സത്യമല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ അദ്ദേഹം ആ ചാനലിനെതിരെ കേസ് കൊടുക്കുകയില്ലേ എന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. അതേപോലൊരു കക്ഷി, ഒരു കോൺഗ്രസ്സിലെ തന്നെ ഒരു മുതിർന്ന ഒരു വനിതാ നേതാവ് ഈ അടുത്ത സമയത്ത് അദ്ദേഹത്തിനെതിരെ പരസ്യമായി രംഗത്തിറങ്ങിയിരുന്നു. ഇതേപോലുള്ള സ്വഭാവക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന് എന്തും വിളിച്ചു പറയാൻ ഒരു മടിയില്ലാത്ത കക്ഷിയാണ്. അതേപോലെ തന്നെ അദ്ദേഹം ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു സംസ്കാരത്തിൽ ഇത് തള്ളിപ്പറയാൻ ഒരു മടിയില്ലാത്ത ആളാണ് അദ്ദേഹം. പേരുകൊണ്ട് സതീശൻ എന്നാണെങ്കിലും അദ്ദേഹം തുറന്നു പറയുന്നത് അദ്ദേഹത്തിനെ നയിക്കുന്നത് ഈ യേശു ക്രിസ്തു ആണെന്നും ബൈബിൾ മുടങ്ങാതെ വായിക്കുന്നതും പറയാൻ മടിയില്ലാത്ത ഒരു കക്ഷി അദ്ദേഹം. അത് തന്നെയല്ല, അദ്ദേഹത്തിന് ജമാഅത്തുമായിട്ടും വളരെ വലിയ ചങ്ങാത്തമാണുള്ളത്. ജമാഅത്ത് ആരാണെന്ന് നമുക്കറിയാം. നമ്മുടെ രാജ്യത്തെ ഈ സംസ്കാരത്തിനെ ഇല്ലാതെ ആക്കിക്കൊണ്ട് ഇവിടെ ഇസ്ലാമികവൽക്കരിക്കണം, രാജ്യത്തെ നമ്മുടെ ഭാരതത്തെ ഇസ്ലാമികവൽക്കരിക്കണം എന്നുള്ള ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടന. ഇസ്ലാമിൽപ്പെട്ടവർക്ക് മറ്റുള്ളവരോട് ഒരു അസഹിഷ്ണുത വളർത്തിക്കൊണ്ട് വരുന്ന ഒരു സംഘടന. അതിൻ്റെ നേതാക്കളുമായിട്ടെല്ലാം വളരെ ചങ്ങാത്തമുള്ള കക്ഷിയാണ്. അവരെ കാണാൻ മടിക്കാത്ത ഇദ്ദേഹം ഇവരെ എതിർത്ത് പറയും. VC-മാർ RSSൻ്റെ പരിപാടിയിൽ പങ്കെടുത്ത് എതിർത്ത് പറയുകയില്ല എന്ന് നമുക്ക് വിശ്വസിക്കാൻ കഴിയത്തില്ല. അങ്ങനെ വിശ്വസിക്കുന്നവരാണ് മണ്ടന്മാർ എന്ന് നമുക്കറിയാം. അദ്ദേഹം എതിർത്ത് പറഞ്ഞു, ഈ പിണറായി വിജയൻ എതിർത്ത് പറഞ്ഞു. അങ്ങനെ ഇരിക്കെ ഇന്നലെ, അതായത് ഞായറാഴ്ച, നമ്മുടെ ഒരു മരക്കള്ളന്മാരുടെ ഒരു ചാനലുണ്ടല്ലോ, മുട്ട നയിക്കുന്നത്, ഒരു എന്തോ സഹോദരന്മാരാ, അഗസ്റ്റിൻ സഹോദരൻ, ആൻഡ് അഗസ്റ്റിനോ, അതുപോലെ കുറേ അറിയാമല്ലോ കള്ളന്മാർ, ഭയങ്കര തട്ടിപ്പ് വീരന്മാർ, സർക്കാരിൻ്റെ കോടികളുടെ തടി മോട്ടിച്ചുകൊണ്ട് പോയവർ, മാങ്കോ ഫോണിൻ്റെ പേരിൽ ജനങ്ങളെ കോടികൾ പറ്റിച്ചവന്മാർ, പിന്നെ ബാങ്കുകളിൽ നിന്ന് കോടികൾ തട്ടിപ്പീര് നടത്തിയവർ. അവരുടെ ഒരു ചാനലിൽ മീറ്റ് ദ എഡിറ്റേഴ്സ് എന്ന് പറഞ്ഞൊരു പരിപാടിയിൽ ഇന്നലെ ഒരു തെമ്മാടി, അയാളെ അതേ പറയാനൊക്കത്തുള്ളൂ. കാരണം നേരത്തെ ഏഷ്യാനെറ്റിലായിരുന്നു. അയാളുടെ പേര് PR സുനിൽ. തെമ്മാടി, തീവ്രവാദികളുടെ കൂട്ടാളി. കാരണം ഇത് പറയാൻ കാരണം, നേരത്തെ നമ്മുടെ ഡൽഹിയിലെ ഈ പൗരത്വ നിയമത്തിനെതിരെ ഒരു കലാപം ഉണ്ടാക്കി. അവിടെ കുറേ ഇസ്ലാം വിഭാഗത്തിൽപ്പെട്ടവർ, അവർക്കിത് കലാപത്തിനുള്ള ഊർജം പകർന്നു കൊടുത്തത് ഈ PR സുനിൽ എന്ന് പറയുന്ന തെമ്മാടിയായിരുന്നു. അയാളന്ന് ഏഷ്യാനെറ്റിലായിരുന്നു. ഏഷ്യാനെറ്റിൻ്റെ റിപ്പോർട്ടറായിട്ട് അവിടെ ജോലി ചെയ്തുകൊണ്ട് ഇയാൾ TV-യിൽ ഏഷ്യാനെറ്റ് ചാനലിൽ കാണിച്ചാണ് ഒരു വ്യാജ ഇത്. അതായത് ഇന്ത്യ മൊത്തം കത്തിക്കുന്ന രീതിയിൽ കലാപം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിച്ച തെമ്മാടിയും രാജ്യദ്രോഹിയെന്നേ അയാളെ വിളിക്കാൻ പറ്റത്തുള്ളൂ ആണ് ഈ PR സുനിൽ എന്ന് പറയുന്നത്. അവൻ കാണിച്ചതെന്ന് ഒരു അഗ്നി ബാധ പകർത്തിയെടുത്തിട്ട് TV-യിൽ കാണിച്ചത്. ഏതാണ്ട് ഹിന്ദുത്വ എന്താണ് പറയുന്നത്, ഇവർ RSSനും ദേശീയവാദികളെ പറയുന്ന ഒരു ഇതുണ്ടല്ലോ, ഹിന്ദുത്വവാദികളെന്നോ അങ്ങോട്ട് മറ്റോ പറഞ്ഞിട്ട് പറയുന്നത്, അവർ കത്തിച്ച് ഇതാണ് മസ്ജിദ് കത്തിച്ചിരിക്കുന്നു. എൻ്റെ പിന്നിൽ കാണുന്നത് ഇവർ കത്തിച്ച മസ്ജിദാണെന്ന്. അല്ലെന്നുണ്ടെങ്കിൽ CAA ആ പൗരത്വ നിയമത്തെ അനുകൂലിക്കുന്നവർ കത്തിച്ച മസ്ജിദാണെന്ന് പറഞ്ഞ് വ്യാജ വാർത്ത ചെയ്ത് ഇന്ത്യ മൊത്തം കത്തിക്കാൻ ശ്രമിച്ച ഒരു തെമ്മാടിയാണ് ഈ PR സുനിൽ. അയാൾ പറഞ്ഞത് ഇന്നലെ ഈ
ഈ മരമുറി ഈ ചാനൽ ട്രീ കട്ടർ ചാനലിൻ്റെ അത് നമ്മുടെ അഡ്വക്കേറ്റ് ജയശങ്കർ പറയുന്ന വാക്കാണ് ഏറ്റവും ട്രീ കട്ടർ ചാനൽ. അതിനകത്ത് ഇരുന്ന് പറയുന്ന ഇതാണ് ഇന്നലെ എന്തോ മിഡ് എഡിറ്റർ എന്ന് പറയുന്ന പരിപാടി. ഈ VC-മാർ പദവിയിലിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന്. ഇവൻ്റെ സംശയം തീർത്തിട്ട് വേണം നമ്മുടെ രാജ്യത്ത് സർവകലാശാലകളിൽ VC-മാരെ നിയമിക്കാൻ. ആദ്യം VC-മാരെ നിയമിക്കുന്നതിന് മുമ്പ് അവരുടെ യോഗ്യതയെല്ലാം കൂടെ വിശദമായിട്ട് ഇവൻ്റെ മുന്നിൽ എത്തിച്ചു കൊടുക്കണം. ഇവനത് പരിശോധിക്കും. ഈ PR സുനിൽ എന്ന് പറയുന്ന ഈ തെമ്മാടി പരിശോധിക്കും. രാജ്യം കത്തിക്കാൻ ശ്രമിച്ച ജിഹാദികളുടെ കൂട്ടുകാരനായിട്ടുള്ള ഇവൻ രാജ്യവിരുദ്ധരുടെ കയ്യിൽ നിന്ന് ഒരുപാട് പ്രതിഫലം മേടിക്കുന്നു എന്ന് തന്നെ നമ്മൾ വിശ്വസിച്ചാൽ നമ്മളെ കുറ്റം പറയാക്കത്തില്ല. അതേപോലെയാണ് ഇവൻ രാജ്യത്തിന് എതിരായിട്ട് ഈ രാജ്യത്ത് കലാപം ഉണ്ടാക്കാനൊക്കെ ശ്രമിക്കുന്നത്. അവനിരുന്ന് പറയുന്നു അവന് സംശയമുണ്ടെന്ന് ഈ വൈസ് ചാൻസലറായിട്ടിരിക്കാൻ യോഗ്യതയുണ്ടോ എന്ന്. അവരുടെ യോഗ്യതയിൽ ഇവന് സംശയം. ഇവൻ്റെ സംശയം തീർത്തിട്ട് വേണമല്ലോ വൈസ് ചാൻസലർമാരായിട്ട് നിയമിക്കേണ്ടത്. അത് ചെയ്യാതിരുന്നത് തീർച്ചയായിട്ടും തെറ്റായിട്ടുള്ള കാര്യമാണ്. ഇനിയെങ്കിലും നിങ്ങൾ ആരെയും വൈസ് ചാൻസലറായിട്ട് നിയമിക്കുന്നതിന് മുമ്പ് അവരുടെ യോഗ്യതയെല്ലാം കൂടി ഇവൻ അയച്ചു കൊടുക്കുക. അതായത് ഈ PR സുനിൽ എന്ന് പറയുന്ന ഈ തെമ്മാടിക്ക് അയച്ചു കൊടുത്തിട്ട് അവൻ്റെ അഭിപ്രായം അവൻ സർട്ടിഫൈ ചെയ്യുന്നവരെ മാത്രം നിങ്ങൾ ഇനി സർവകലാശാലകളിൽ വൈസ് ചാൻസലറായിട്ട് നിയമിക്കുക. പിന്നെ അവൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. ഈ കേരളത്തിലെ ഇവരെ VC നിയമനത്തിനെക്കുറിച്ച് ഇവരെല്ലാം സംഘപരിവാറിൻ്റെ പക്ഷക്കാരാണെന്നും ഇവരെയൊക്കെ VC-മാരായിട്ട് നിയമിച്ചിട്ട് എന്തുകൊണ്ട് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അവൻ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമിയും ഒന്നും ഇതിനെതിരെ പ്രതിഷേധിക്കുന്നില്ലെന്ന്. അതായത് ജമാഅത്തെ ഇസ്ലാമിയും എന്തുകൊണ്ട് പ്രതിഷേധിക്കുന്നില്ല എന്ന്. നമുക്കെല്ലാം അറിയാം ഇവനൊക്കെ ജമാഅത്തിൻ്റെ ആൾക്കാരാണ്. ഈ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കണം എന്ന് പറഞ്ഞ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങളെയും ഇസ്ലാമിലേക്ക് പരിവർത്തനം ചെയ്യണം എന്ന് പറഞ്ഞ് നടക്കുന്ന സംഘടനയാണ് ജമാഅത്തെ ഇസ്ലാമി. അവർ ഈ അടുത്ത സമയത്ത് ബംഗ്ലാദേശിൽ കാണിച്ച എന്താണ്, അവിടുത്തെ ഹിന്ദുക്കളെ സന്യാസിമാരുൾപ്പെടെയുള്ളവരെ നിഷ്ഠുരമായി അതിക്രൂരമായി പൈശാചികമായി അവിടെ കൊല വിളിക്കുമായിരുന്നു ചെയ്ത്. അവിടുത്തെ ഹിന്ദുക്കൾ അവർ ചെയ്ത തെറ്റെന്ന് പറയാൻ അവർ ജനിച്ചത് ഹിന്ദുവായിട്ട് ജനിച്ചു പോയി. ആ ഒരു തെറ്റിൻ്റെ പുറത്ത് അവരെ പൈശാചികമായി കൊന്നുകൊണ്ടിരിക്കുന്ന സംഘടനയുടെ എന്തുകൊണ്ട് ഇതിനെതിരെ ശബ്ദമുയർത്തിയില്ല എന്നാണ് ഇവൻ ഈ തെമ്മാടി ഇന്നലെ മീറ്റ് ദ എഡിറ്റേഴ്സിൽ റിപ്പോർട്ടർ ചാനലിൽ 8 മണിക്ക് തുടങ്ങിയ പരിപാടിയിൽ ചോദിക്കുന്നത് കേട്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശമൊക്കെ സംഗതി പിടി കിട്ടി കാണുമല്ലോ. ഇവന്മാരൊക്കെ കിടന്ന് കുരയ്ക്കുന്നതിൻ്റെ പിന്നിൽ, അതായത് പിണറായി കുരയ്ക്കുന്നതും സതീശൻ കുരയ്ക്കുന്നതും വേറൊരു മന്ത്രി റോജി കുരയ്ക്കുന്നതൊക്കെ എന്തുകൊണ്ടാണെന്ന് നമുക്കറിയാം. ഇവനൊക്കെ ഇന്ത്യയെ നശിപ്പിക്കുക, ഇന്ത്യയെ തകർക്കുക, ഈ ജമാഅത്തിൻ്റെ ഉദ്ദേശം നടപ്പാക്കുക, അതായത് ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിച്ച് ഇന്ത്യയുടെ ഇപ്പോഴത്തെ സംസ്കാരം ഇല്ലാതാക്കുക, ഇന്ത്യയെ നശിപ്പിച്ച് നാറാണക്കല്ല് വെക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇവൻ്റെയൊക്കെ മനസ്സിലുള്ളത്. പിണറായിയുടെയും കൂട്ടരുടെയും ലക്ഷ്യം ഇന്ത്യയെ നശിപ്പിക്കുന്നതോടൊപ്പം തന്നെ ഇന്ത്യയെ ചൈനയുടെ തൊഴുത്തിൽ കെട്ടുകയാണ് എന്നതാണ്. ഇതേപോലെ ദേശീയബോധമുള്ള വൈസ് ചാൻസലർമാർ വന്നാൽ ഇവർക്ക് സർവകലാശാലകളിൽ കൂടി ഈ കുട്ടികളുടെ തലയിൽ വിഷം കുത്തിവെക്കാൻ പറ്റുന്നില്ല എന്നുള്ള വലിയൊരു വിഷയമാണ് ഇവർക്ക് അംഗീകരിക്കാൻ കഴിയാത്തത്. അതാണ് ഇവനൊക്കെ ഇങ്ങനെ കിടന്ന് കുരയ്ക്കുന്നത്. ഈ കുര എത്രമാത്രം ആര് മൈൻഡ് ചെയ്യാനാണ്? തെരുവിൽ കിടന്ന് കൂത്തിപ്പട്ടികൾ കിടന്ന് കുരയ്ക്കുന്നു. തീരെ നിവൃത്തിയില്ല. നമ്മൾ തീരെ സഹിക്കാൻ വയ്യാതാകുമ്പോൾ എന്ത് കൊടുക്കും? ഒരു കല്ലെടുത്ത് അതിനെ എറിഞ്ഞ് ഓടിക്കാൻ ശ്രമിക്കും. അല്ലാതെ തിരിഞ്ഞ് നിന്ന് നമ്മൾ കുരയ്ക്കാൻ പോകാറില്ല. തെരുവ് നായ കുരയ്ക്കുമ്പോൾ നമ്മൾ തിരിഞ്ഞ് അതേപോലെ നമ്മൾ കുരച്ചുകൊണ്ടിരിക്കുക ഇല്ല എന്ന് പറയുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ. ഇവനൊക്കെ കിടന്ന് എത്ര കുരച്ചെന്ന് പറഞ്ഞാലും ഇതിനൊന്നും എതിരെ ഇവിടെ സംഘപരിവാറോ സംഘത്തിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട കക്ഷികൾ RSSൻ്റെ ഒരു നേതൃത്വവും ഇതിനെതിരെ പ്രതികരിക്കാൻ പോകുന്നില്ല എന്ന് ഈ കുരയ്ക്കുന്ന
ഇത്തരം പിതൃശൂന്യന്മാരായിട്ടുള്ള വിദ്വാൻമാർ മനസ്സിലാക്കിയാൽ അത്രമാത്രം നല്ലത്. അതേപോലെ തന്നെ നിങ്ങളുടെ ഒന്നും ഒരു അജണ്ടയും ഈ രാജ്യത്ത് നടപ്പാകാൻ പോകുന്നില്ല. നിങ്ങൾ എത്രയൊക്കെ വിചാരിച്ചാലും ഈ രാജ്യത്തെ നശിപ്പിക്കാനോ ഈ രാജ്യത്തിൻ്റെ സംസ്കാരം ഇല്ലാതാക്കാനോ സനാതന ധർമ്മത്തെയോ ഹിന്ദുധർമ്മത്തെയോ ഇല്ലാതാക്കാനും കഴിയുകയില്ല എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് തന്നെ നല്ലത്. അല്ലാതെ ഈ രാജ്യത്തിന് ഒരു ചുക്കും നിങ്ങളുടെ കൈക്കുറകളിൽ നിന്ന് സംഭവിക്കാൻ പോകുന്നില്ല. വെറുതെ നിങ്ങളുടെ വായിലെ വെള്ളം വറ്റിക്കാം എന്നുള്ളതല്ലാതെ ഒരു ഫലവും ഉണ്ടാക്കാൻ പോകുന്നില്ല എന്നുള്ളത് കാലം നിങ്ങൾക്ക് തെളിയിച്ചു തരും.